അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പഠിതാക്കളെ, അൽ അല്ലാം, അൽ അലീം, അൽ ഗാലിം, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അൽ അല്ലാം, അൽ അലീം, അൽ ഗാലിം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ സൂചിപ്പിക്കുന്നത് ഇന്നലെ, ഇന്ന്, നാളെ എന്നീ കാലവ്യത്യാസമില്ലാതെ പരസ്യമായതും രഹസ്യമായതും തെളിഞ്ഞതും ഒളിഞ്ഞതും അടുത്തതും അകന്നതും ചെറുതും വലുതും ഗോചരം അഗോചരം ഉപരിയിലുള്ളത് താഴ്ഭാഗത്തുള്ളത് തുടങ്ങിയുള്ള വ്യത്യാസമില്ലാതെ എല്ലാം കൃത്യമായി അറിയുന്നവനാണ്. ഉണ്ടായത്, ഉണ്ടാവാൻ പോകുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഉണ്ടാവാത്തത്, ഉണ്ടായിട്ടില്ലാത്തത്, ഉണ്ടായിരുന്നുവെങ്കിൽ എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചും വളരെ സൂക്ഷ്മവും സമഗ്രവും സമ്പൂർണവുമായി അറിയുന്നവനാണ് അൽ ആലിമും അൽ അലീമും അൽ അല്ലാമയുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇബ്നു മൻദൂർ റഹിമഹുല്ലാ പറയുന്നു, ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടാകുവാൻ പോകുന്നതും ഇനിയും ഉണ്ടാകാത്തത് അത് ഉണ്ടാകുന്നതിന് മുമ്പും അറിയുന്നവനാവുന്നു അള്ളാഹു. ഉണ്ടായതിനെക്കുറിച്ചും ഉണ്ടാകാനിരിക്കുന്നതിനെക്കുറിച്ചും അവൻ അറിവുള്ളവനാവുന്നു. മാത്രമല്ല, അറിവുള്ളവനായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലും വാനത്തിലും അവന് യാതൊന്നും കോപ്യമല്ല. അവൻ്റെ ഇൽമ് എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തു നിൽക്കുന്നു. അവയുടെ അകവും പുറവും സൂക്ഷ്മവും പ്രകടവുമായതെല്ലാം സാധ്യമായതിൽ ഏറ്റവും സമ്പൂർണമായ നിലക്ക് അറിയുന്നവൻ എന്ന ആശയമാണ് അൽ അല്ലാം, അൽ അലീം, അൽ ഗാലിം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 157 സ്ഥലങ്ങളിൽ അള്ളാഹുവിന് അൽ അലീം എന്ന നാമം വന്നിട്ടുണ്ട്. അൽ ആലിം എന്നത് 14 പ്രാവശ്യവും അൽ അല്ലാം എന്നത് 4 തവണയും നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ച് വിശദമായ വിവരണമാണ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ വായിക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ വിശാലതയെ കുറിക്കുന്ന 1-2 ആയത്തുകൾ, ഇന്നമാ ഇലാഹുക്കുമുല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വസഅ കുല്ല ഷൈഇൻ ഇൽമ, സൂറത്ത് ത്വാഹയിലെ 98-ാമത്തെ ആയത്താണ്. നിങ്ങളുടെ ഇലാഹ് അള്ളാഹു മാത്രമാവുന്നു, അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, അവൻ്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുവാൻ മാത്രം വിശാലമായിരിക്കുന്നു. സൂറ അൽ അൻആമിലെ 80-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വസ്അ റബ്ബീ കുല്ല ഷൈഇൻ ഇൽമ, എൻ്റെ രക്ഷിതാവിൻ്റെ ജ്ഞാനം സർവ്വകാര്യങ്ങളെയും ഉൾക്കൊള്ളുവാൻ മാത്രം വിപുലമായിരിക്കുന്നു. സൂറ അൽ അഅ്റാഫിലെ 89-ാമത്തെ ആയത്തിൽ വസ്അ റബ്ബുനാ കുല്ല ഷൈഇൻ ഇൽമ, ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു. മനസ്സുകൾ മന്ത്രിക്കുന്നത് അള്ളാഹു അറിയുമെന്നതിനെക്കുറിച്ച് സൂറ ഖാഫിലെ 16-ാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയുന്ന വചനമാണ്. അവിടെ ഖുർആൻ പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നാം അറിയുകയും ചെയ്യുന്നു. അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളുള്ളതിനെ പറ്റി അറിവുള്ളവനാവുന്നു എന്ന് നമുക്ക് പല വചനങ്ങളിലും കാണുവാൻ സാധിക്കും. കണ്ണുകളുടെ കള്ളനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അവൻ അറിയുന്നു. വിശുദ്ധ ഖുർആൻ സൂറ ഗാഫിറിലെ 19-ാമത്തെ ആയത്ത്, യഗ്ലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, അവൻ കണ്ണുകളുടെ കള്ളനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും വളരെ കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസ സന്ദർഭങ്ങളിൽ ദുആ ചെയ്തിരുന്നതായി നമ്മളോട് ചെയ്യാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ പറയാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അവിടെ നമുക്ക് അൽ ഖലീം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ് വായിക്കുവാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ ഖലീമുൽ ഹലീം, അൽ അലീമും സർവജ്ഞനും അൽ ഹലീം സഹനശീലനുമായ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം,
മഹിത സിംഹാസനത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹുവല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ റബ്ബു സമാവാത്തി വ റബ്ബുൽ അർളി റബ്ബുൽ അർഷിൽ കരീം. മഹനീയ സിംഹാസനത്തിന് നാഥനായ, ഭൂമിയുടെ നാഥനായ, വാനങ്ങളുടെ നാഥനായ അല്ലാഹുവല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് വായിക്കാൻ കഴിയും അൽ ഖലീം എന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഇസ്മ. അള്ളാഹുവിൽ നിന്ന് കൂടുതൽ നേടുവാൻ, ദുആ ചെയ്യുവാൻ, റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നും കൂടുതലായി, പ്രത്യേകിച്ച് ഇൽമിൻ്റെ ഒക്കെ കാര്യത്തിൽ കൂടുതലായി ലഭിക്കുവാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവാക്കിയ ഒരു പ്രാർത്ഥന. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ വിജ്ഞാനമൊക്കെ കൂടുതലായി ലഭിക്കാൻ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന റബ്ബി സിദ്നി ഇൽമ. സൂറത്ത് ത്വാഹയിലെ 114 ആയത്താണ്. എനിക്കു നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണം. അവിടെ ഇൽമ എന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ ഇവിടെ ഈ ഒരു ഇസ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മമായ എല്ലാ ചലനങ്ങളും, രഹസ്യമായത് പരസ്യമായത്, ഭൂമിയിലെ ഈ പ്രകൃതിയിലെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് പരിപാലിച്ച് പാരത്രിക ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങൾ ഈ ഒരു ഇസ്മ പഠിച്ചുകൊണ്ട് കൂടുതലായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക, ഈമാനിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.